അറിഞ്ഞതിലും വളരെ വലുതാണ് തിലകൻ എന്ന മഹാപ്രതിഭ. അനീതികൾക്കെതിരെ സ്വരമുയർത്തൽ ഈ സിനിമയിൽ അതികായകനായതിനു ശേഷം കൈവന്ന ഗുണവുമല്ല. കാരണം അങ്ങനൊരു ചരിത്രമാണ് തിലകനുള്ളത്. ആ നാൾവഴിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അധികം ആരും അറിയാത്ത ആ ചരിത്രത്താളുകളിലേക്ക് പോകാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയം അദ്ദേഹം ഒരു സൈനിക ക്യാമ്പ് സന്ദർശിക്കാനിടയായി. അതോടൊപ്പം ക്യാമ്പിനോട് ചേർന്നുള്ള ഒരു മിലിറ്ററിയുടെ ഹോസ്പിറ്റൽ കൂടി സന്ദർശിക്കാൻ തീരുമാനിച്ചു. ആ വരവിന് മുമ്പ് തന്നെ അവിടെ ചികിത്സയിൽ കഴിയുന്ന പട്ടാളക്കാർക്ക് മേലധികാരികൾ താക്കീത് നൽകി, പ്രധാനമന്ത്രിയോട് ഒന്നും സംസാരിക്കാൻ പാടില്ല. കാലം ഇത്രയും കഴിഞ്ഞിട്ടും നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണെങ്കിൽ അന്നത്തെ കാര്യം പറയുകയേ വേണ്ട. പഞ്ചപുച്ഛമടക്കി അനുസരിക്കുകയേ നിവൃത്തിയുള്ളൂ. അങ്ങനെ പ്രധാനമന്ത്രി ഹോസ്പിറ്റൽ സന്ദർശനത്തിനായി എത്തി. ഓരോ രോഗികളെയും കണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങി. അപ്പോൾ ഒരു യുവ സൈനികൻ സ്വരമുയർത്തി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട്. ചുറ്റുമുള്ളവർ അദ്ദേഹത്തിൻ്റെ സ്വരം താഴ്ത്താൻ ശ്രമിച്ചെങ്കിലും പ്രധാനമന്ത്രിയുടെ അനുവാദത്തോടെ സൈനികൻ തൻ്റെ ആവശ്യം പറഞ്ഞു. രോഗബാധിതനായ തൻ്റെ കാലുകൾ മുറിച്ചു മാറ്റണമെന്നാണ് സൈനിക മേലധികാരികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് താനോ തൻ്റെ കുടുംബമോ സമ്മതം നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ ശസ്ത്രക്രിയയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും തന്മൂലം എന്ത് പ്രശ്നം വന്നാലും താൻ അത് ഏറ്റോളാം എന്നും പറഞ്ഞു. അക്കാലത്ത് അപകടത്തിൽപ്പെടുന്ന സൈനികരുടെ ചികിത്സാ കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നത് സൈനിക മേലധികാരികളായിരുന്നു. എന്നാലും ആത്മധൈര്യത്തോടെ തന്നോട് സംസാരിച്ച സൈനികനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പോയ പ്രധാനമന്ത്രി ഉടനെ തന്നെ ഒരു ഉത്തരവിറക്കി. അപകടത്തിൽപ്പെടുന്ന സൈനികരുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രോഗിയുടെയും അല്ലെങ്കിൽ കുടുംബക്കാരുടെയോ അനുവാദം ഉണ്ടാകണമെന്ന്. അങ്ങനെ ആ ഉത്തരവ് വഴി ജീവിതം തിരിച്ചു പിടിച്ച യുവാവ് സൈനിക ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിൽ നടത്തിയ ചികിത്സകളെല്ലാം ലക്ഷ്യം കണ്ടു. മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞ കാലുകൾക്ക് പഴയ ശക്തി വീണ്ടെടുക്കാനായി. പിന്നീട് അങ്ങോട്ട് ആ കാലുകളുടെയും ലക്ഷ്യബോധത്തെയും തടയാൻ ആർക്കുമായില്ല. ആ യുവാവ് മറ്റാരുമായിരുന്നില്ല, മലയാള സിനിമയുടെ കടിഞ്ഞാണില്ലാത്ത കാട്ടുകുതിര, പകരം വയ്ക്കാനില്ലാത്ത പെരുന്തച്ചൻ, പ്ലാഗമന്നിൽ പാലപ്പുറത്ത് വീട്ടിൽ സുരേന്ദ്രനാഥ തിലകൻ. അതെ, നമ്മുടെ സ്വന്തം തിലകൻ. ഇങ്ങനൊരു സംഭവം അറിഞ്ഞതിന് ശേഷം ചിന്തിക്കുമ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും തോന്നുന്നില്ലേ, വെറുതെയല്ല തനിക്കെതിരെ വന്ന അനീതികൾക്കെതിരെ പദവിയോ സംഘടനയുടെ ശക്തിയോ ഒന്നും നോക്കാതെ സ്വരമുയർത്തിയത്. പ്രധാനമന്ത്രിയോളം വരില്ലല്ലോ ഇതൊന്നും, അല്ലേ? ആ മഹാരഥനെ ഒന്ന് സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.